സംസ്ഥാന പ്രസിഡന്റ് മാറണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടതായി എ.കെ. ശശീന്ദ്രൻ. എൻ.സി.പിയിൽ നിലവിൽ പിളർപ്പിന്റെ സാഹചര്യമില്ല. എലത്തൂരിൽ ഒരു ഘട്ടത്തിലും തോൽക്കുമെന്ന് കരുതിയിരുന്നില്ല എന്നും LDF കാറ്റിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നും UDF കാറ്റിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നും എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ പിണറായിയെ മാത്രം കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നും ഇത്ര വലിയ തോൽവി ഒരു കമ്മിറ്റികൾക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നും എ.കെ. ശശീന്ദ്രൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഒരു കാരണവശാലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും പരാജയപ്പെട്ടു പോകുമെന്നൊരു തോന്നൽ ആർക്കും ഒരിടത്തും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു വിലയിരുത്തൽ നേരത്തെ നടത്തിയിരുന്നെങ്കിൽ അത് പരിഹരിക്കാൻ എന്താണ് മാർഗമെന്ന് ചർച്ച ചെയ്യുമായിരുന്നു. അപ്പോൾ അതിനൊരു അവസരം ഉണ്ടായിട്ടില്ല. എലത്തൂരിൽ നിന്ന് വോട്ട് ചോർച്ചയെന്ന് പറഞ്ഞാൽ LDFൻ്റെ അടിസ്ഥാന വോട്ടിലൊന്നൊരു മാറ്റം ഉണ്ടായിട്ടില്ല. മൊത്തത്തിൽ കേരളത്തിൽ ആഞ്ഞു വീശിയ LDF വിരുദ്ധ കാറ്റിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒപ്പം സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ചില തർക്കങ്ങൾ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നല്ലോ. എന്തായാലും ജയിക്കും എന്നൊരു ധാരണ വന്നപ്പോൾ ആ ധാരണയുടെ പുറത്തായിരുന്നു ഞാൻ നിൽക്കരുത് എന്ന് പറഞ്ഞവർ പോലും എന്തായാലും ജയിക്കും എന്ന് തന്നെയാണ്. മാധ്യമ സുഹൃത്തുക്കളും എന്തായാലും ജയിക്കും എന്ന് തന്നെയായിരുന്നു. NCPയിൽ പരാജയത്തിന് കാരണം ഒരാളിൽ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റുമോ? അപ്പോൾ കേരളത്തിലെ മുഴുവൻ പാർട്ടി ഘടകങ്ങളുടെയും പൊതുവികാരം കൂടി മനസ്സിലാക്കണമായിരുന്നു. എന്നാൽ അങ്ങനൊരു സിറ്റുവേഷൻ ഒന്നും അവർക്കില്ലല്ലോ, CPM-ലില്ലല്ലോ. അവർക്ക് ഇത്രയും പരാജയം ഉണ്ടാകുമെന്ന് ഭാവനയിൽ കാണാൻ കഴിയാത്തതിൻ്റെ ഉത്തരവാദിത്വം ഏതെങ്കിലും ഒരു വ്യക്തിയുടേതാണോ? പ്രസാദ് ഉറുമ്പശ്ശേരി വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. മത്സരിച്ച ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 3 സീറ്റും തോറ്റു. ഇതിന് പിന്നാലെ NCPക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തു. ഏറെക്കുറെ പൊട്ടിത്തെറിയുടെ വക്കിലേക്കെത്തി. 2 നേതാക്കൾ രണ്ടുപേരും 2 തരത്തിൽ യോഗങ്ങൾ വിളിച്ചു. ഒരു യോഗം കഴിഞ്ഞു, മറ്റൊരു യോഗം ചേരാനിരിക്കുന്നു. അപ്പോഴും എ.കെ. ശശീന്ദ്രൻ പറഞ്ഞത് പാർട്ടിയിൽ പിളർപ്പിന്റെ സാഹചര്യമൊന്നും ഇല്ലെന്നാണ്. NCPയിൽ ശരിക്കും സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ് നിലവിൽ, പ്രസാദ്? ഗുഡ് മോർണിംഗ് സേതു. NCPയിൽ കടുത്ത ഭിന്നത നിലനിൽക്കുകയാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ തെരഞ്ഞെടുപ്പിന് മുൻപേ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തർക്കം പാർട്ടിക്കകത്തുണ്ടായിരുന്നു. അതിൽ സംസ്ഥാന പ്രസിഡന്റും A.K. ശശീന്ദ്രനും, സംസ്ഥാന പ്രസിഡന്റ് തോമസ് കെ തോമസ് കുട്ടനാടും A.K. ശശീന്ദ്രൻ എലത്തൂരും സ്വയം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. പിന്നീട് ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടുപേരും തോറ്റു. പക്ഷേ LDFൽ വലിയ തോൽവി ഉണ്ടായതോടുകൂടി തന്നെ അത് വലിയ ചർച്ചയിലേക്ക് വന്നില്ല. പക്ഷേ എന്നാൽ ഈ നേതൃത്വം മാറണം, സംസ്ഥാന നേതൃത്വം മാറണം എന്നുള്ളതാണ് NCPക്കകത്ത് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യം. സംസ്ഥാന പ്രസിഡന്റ് തോമസ് കെ തോമസ് മാറണം. അതല്ല എങ്കിൽ ഒരു പിളർപ്പിലേക്ക് തന്നെ പോകുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഇപ്പോൾ പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ഒരു വിഭാഗം വിമതർ എന്ന് പറയാൻ പറ്റില്ല, അവർ പാർട്ടിക്കകത്ത് തന്നെ ഒരു വിഭാഗം അനൌദ്യോഗികമായ ഒരു യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അത് പിന്നീട് സംസ്ഥാന നേതൃയോഗം കഴിഞ്ഞതിന് ശേഷം അത്തരം കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകാം എന്നുള്ളതാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ A.K. ശശീന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രതികരണം, NCPയിൽ അങ്ങനെ പിളർപ്പിന്റെ ഒരു സാഹചര്യവും ഇല്ല. സംസ്ഥാന പ്രസിഡന്റ് മാറണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെന്തായാലും സംസ്ഥാന നേതൃയോഗം ആലോചിച്ച് പിന്നീട് അതിനകത്തൊരു തീരുമാനം എടുക്കുമെന്നുള്ളതാണ്. മറ്റൊന്ന്, അദ്ദേഹത്തിന്റെ പരാജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്, വലിയ വിമർശനം വന്നിരുന്നത് എലത്തൂരിൽ സ്ഥിരമായി മത്സരിക്കുന്നു, മറ്റൊരാൾക്ക് അവസരം നൽകണമെന്നായിരുന്നു പാർട്ടിയിൽ ഉയർന്ന ആവശ്യം. അത് അംഗീകരിക്കാതെ ശശീന്ദ്രൻ തന്നെ മത്സരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറയുന്നത് അങ്ങനെ താൻ മത്സരിച്ചുകൊണ്ട് മാത്രമല്ല അവിടെ പരാജയപ്പെട്ടത്, ഏതെങ്കിലും ഘടകത്തിന് താൻ മത്സരിക്കുന്നതിനെതിരെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ മത്സരിച്ചാൽ തോൽക്കുമെന്ന് ആരും പറഞ്ഞിരുന്നില്ല, ഒരു ഘടകവും പറഞ്ഞിരുന്നില്ല. തോൽക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ പാർട്ടി നേതൃത്വം തന്നെ അവിടുന്ന് മാറ്റിയേനെ. പാർട്ടി നേതൃത്വമാണ് തന്നെ സ്ഥാനാർത്ഥിയാക്കിയത്. ജില്ലാ കമ്മിറ്റി മാത്രമാണ്, കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മാത്രമാണ് ഇത്തരത്തിൽ എതിർപ്പ് ഉന്നയിച്ചത്. മറ്റു ഘടകങ്ങളെല്ലാം സ്ഥാനാർത്ഥിയാക്കുന്നതിന് ആരും എതിർത്ത് പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണമായി വന്നിട്ടുള്ളത്. പിന്നീട് LDFന്റെ തോൽവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഒരാളെ മാത്രം കേന്ദ്രീകരിച്ച് അത്തരം വിമർശനങ്ങൾ നടത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ് ശശീന്ദ്രൻ പറയുന്നത്. ഇത്രയും വലിയ തോൽവി കണക്ക് കൂട്ടാൻ CPM-ൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഘടകങ്ങൾക്കോ കഴിഞ്ഞിരുന്നില്ല. പ്രാദേശിക ഘടകങ്ങൾക്ക് മുതൽ ജില്ലാ നേതൃത്വത്തിനോ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം ഒന്നും കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അത് ഒരാളുടെ വീഴ്ചയായി മാത്രം കാണരുത് എന്നതുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പോഴും ആ തോൽവിയെ ഈ എലത്തൂർ മത്സരിക്കുന്നതിനെ ശശീന്ദ്രൻ ഇപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കൗതുകം. കാരണം ജില്ലാ നേതൃത്വം, ജില്ലാ എക്സിക്യൂട്ടീവിൽ 83 അംഗങ്ങളാണുള്ളത്. അവർ മുഴുവനായും ശശീന്ദ്രൻ മാറണമെന്നും അവിടെ മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടും അത് അംഗീകരിക്കാതെയാണ് ശശീന്ദ്രൻ അവിടെ മത്സരിച്ചത്. അദ്ദേഹത്തിന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ശരി പ്രസാദ്, ശരി. ഇപ്പം നിലവിലെ NCPയിലെ കാര്യങ്ങൾ വിശദമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു നമ്മുടെ പ്രസാദ് ഉറുമ്പശ്ശേരി. ഗായത്രി